ഹലോ മച്ചന്മാരപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് വെച്ചാൽ ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ കാലൊക്കെ വെക്കാനുള്ളതൊക്കെ നമ്മൾ ഹോളൊക്കെ എടുത്തെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ വർക്കിൻ്റെ ചെയ്യണത്. അപ്പോൾ നമ്മൾ പോസ്റ്ററാണിലേക്ക് എല്ലാവരും ടൈലൊക്കെ കട്ട് ചെയ്തെല്ലാം സെറ്റാക്കിയാണ് കേട്ടോ. കാലൊക്കെ നമ്മളെല്ലാം പിടിപ്പിച്ച് പട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വുഡ് പിടിപ്പിക്കാനുള്ളതാണ്. നമ്മളുടെ മെയിൻ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടോ. നമ്മൾ കാലെല്ലാം വെച്ച് പട്ടയൊക്കെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഫ്രണ്ടിൽ ഓപ്പൺ ഡ്രസ്സിൻ്റെ ഒരു സിറ്റ് ഔട്ടിൽ കുറച്ച് ഹാൻഡ് റെയിൽ ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാലൊക്കെ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഫ്ലാറ്റ് വെച്ച്. അപ്പോൾ ഫുള്ള് ടൈല് തുളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ അടിയിൽ നമ്മളൊരു പൈപ്പ് തന്നെ വെച്ചിട്ട് അതിന്മേലാണ് നമ്മളെല്ലാം വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ പൈപ്പൊക്കെ എല്ലാം കഴിഞ്ഞ് ഏകദേശം വെച്ച് ഇനി വെൽഡിങ് ആണുള്ളത് നമുക്കിനി വെൽഡിങ് ഉണ്ട്, ഗ്രൈൻഡിങ് ഉണ്ട് പണി. അപ്പോൾ ഫുൾ വെൽഡ് ചെയ്യാനായിട്ടുള്ള പാക്കിങ്ങൊക്കെ എല്ലാം വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ്. ടൈലുമ്പോൾ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര പണിയായിക്കോളൂ. അപ്പോൾ എല്ലാം പേപ്പറൊക്കെ എല്ലാം വെച്ച് നനച്ചിട്ട് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ വീണു പിന്നെ കെട്ടുപോയിക്കോളും. പിന്നെ നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ ആ ബേസ് ബോർഡ് മുഴുവനും ചീത്തയാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നനച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇവിടുത്തെയും കഴിഞ്ഞിട്ടാണ് ഏകദേശം. ഇവിടെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ വെൽഡിങ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ്. വെൽഡിങ് എല്ലാം തീർത്ത് ഗ്രൈൻഡിങ് എല്ലാം കഴിഞ്ഞ് ഫിനിഷായി കിടക്കുകയാണ്. എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് അപ്പോൾ ബായി നിന്ന് ഗ്രൈൻഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നിന്ന് വെൽഡിങ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിനെ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റായിട്ട് 1.5 സ്ക്വയർ ആയിട്ട് നമ്മൾ കൊടുത്താക്കണം. പിന്നെ താഴത്ത് നമ്മളൊരു 3 ഇഞ്ചിൻ്റെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മെയിൻ പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ട്യൂബാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് എടുത്താക്കണം കേട്ടോ. അതൊരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ കൊടുത്താക്കണത് കേട്ടോ. അപ്പോൾ ആ ക്ലൈൻറ്റ് നമ്മൾ കാണിച്ചെന്ന ഡിസൈൻ അതാണ് നമ്മൾ ചെയ്ത് കൊടുത്താക്കണത് പുള്ളിക്ക്. അപ്പോൾ ഈ മോഡൽ മതി എന്ന് പറഞ്ഞ് ഈ സെയിം ട്യൂബ് തന്നെ മതി എന്നാണ്. അപ്പോൾ പുള്ളി താഴത്തും 1.5 സ്ക്വയർ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ അത് 3 ഇഞ്ചാക്കി നമ്മൾ നിർബന്ധിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് 3 ഇഞ്ച്. അപ്പോൾ നമ്മളുടെ വർക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ മാക്സിമം ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് ക്ലീനൊക്കെ ആക്കി ഇട്ട് കൊടുത്താൽ കേട്ടോ. വെൽഡിങ്ങിൻ്റെ പാടുകളോ കാര്യങ്ങളൊന്നുമില്ല ഭാഗ്യത്തിന്. എന്തെങ്കിലും 1-2 എണ്ണമൊക്കെ വീണാണ് സാധാരണ വരും, ഇല്ലെന്ന് പറയാനുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും നമ്മളെങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ടൈലും 1-2 എണ്ണമൊക്കെ വീഴും. ഭാഗ്യത്തിന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുള്ള് ക്ലീനൊക്കെ ആക്കി നോക്കി. അപ്പോൾ പെയിൻറ്റിങ് അവർ ചെയ്യിച്ചോളാന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ. നമ്മളുടെ വർക്ക് ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പെയിൻറ്റിങ് അങ്ങനെ ഹാൻഡ് റെയിലിൽ അങ്ങനെ എടുക്കാറില്ല. പെയിൻറ്റർമാരാകുമ്പോൾ നല്ല ഭംഗിയിൽ വൃത്തിക്ക് അടിച്ചു കൊടുത്തോളും. നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മരം വെച്ചിട്ട് പിടിപ്പിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതിന്. അപ്പോൾ നമ്മൾ ഓൾ കെയറിൽ നമ്മൾ ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്റ്റെപ്പുമ്പോൾ 2.5 ഇഞ്ചോളം അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചേക്കണം. അത് വേറെ ഒന്നുമല്ല, ടൈല് പുറത്തോട്ട് 2 ഇഞ്ചോളം ചാടിച്ചാണ്ടാക്കണം. അപ്പോൾ ബലം ഉണ്ടാവില്ല, ഫുള്ള് തേപ്പയിലായി പോകും. അപ്പോൾ എല്ലാ ആൾക്കാരും ഞാളെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടി ഒടിഞ്ഞ് താഴെ വരും. അതായത് നമ്മൾ ക്ലൈൻറ്റിൻ്റെ പറഞ്ഞിട്ട് നമ്മൾ 2.5 ഇഞ്ചോളം അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേപ്പാനും നോക്കിയാൽ മനസ്സിലാവും. അത്രയും ടൈല് ചാടിച്ചാണ്ടിരുന്ന ഒരു സ്റ്റെപ്പിൻ്റെ അവർക്ക് എന്തോ അളവ് തെറ്റിയിട്ട് നിങ്ങൾ തേച്ചേക്കണാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രയും വീതിക്കാണ് അവർ തേച്ച് വെച്ചേക്കണത്. അപ്പം പിന്നെ ഫുള്ള് പിടുത്തുണ്ടാവില്ല. അപ്പോൾ ഇതാണ്ട വുഡൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മളെ സ്റ്റെയറിൻ്റെ ഒരു ഫൈനൽ വ്യൂ. വുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അവർ. നല്ല കളറുണ്ട്. ഇനി കളർ കുറച്ച് കളയുമ്പോൾ വുഡിൻ്റെ വാങ്ങുമോ നമുക്കറിയില്ല. വുഡൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ആയിട്ട് നമ്മളുടെ ഹാൻഡ് റെയിലിൻ്റെ ഒരു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ കെയറിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ വർക്ക്. നമുക്കിപ്പോൾ ഈ വർക്ക് ടോട്ടൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതും നമുക്ക് ആ ഫ്രണ്ടിൽസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾക്കൊരു 40,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസും നമ്മളുടെ പണിക്കാശും എല്ലാവരും കൂടിയിട്ട് കേട്ടോ. ഇത് രണ്ടും കൂടിയും ചേർത്തിട്ടുള്ള റേറ്റാണ് ഈ പറഞ്ഞത്. ഇതും അതും കൂടിയും ചേർത്ത് നമുക്കൊരു 40 രൂപയോളം വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഉപയോഗിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അപ്പോളോൻ്റെ ട്യൂബ്സാണ് കേട്ടോ. എല്ലാം അപ്പോളോ 16 kg എല്ലാവരും കേട്ടോ. നമ്മളുടെ വർക്ക് മാത്രമാണ് കേട്ടോ 40. വുഡ് പിടിപ്പിച്ചതിന് സെപ്പറേറ്റ്, പെയിൻറ്റിങ്ങും വുഡും സെപ്പറേറ്റാണ്. നമ്മളുടെ വർക്കിന് മാത്രം റേറ്റാണ് ഞാനീ പറഞ്ഞത്, 40 രൂപയോളമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഇനിയും വർക്കുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും പറഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.